സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 23 അപ്ഡേറ്റ്സ് ആണ് ഇന്ന് അറിയിക്കാനുള്ളത്. റാങ്ക് ലിസ്റ്റ് 3, ഷോർട്ട് ലിസ്റ്റ് 6, ഇറാറ്റ നോട്ടിഫിക്കേഷൻ അറിയിപ്പ് 8, ഇൻ്റർവ്യൂ അറിയിപ്പ് 5, ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പ് 1. ആദ്യം ഷോർട്ട് ലിസ്റ്റ്. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസർ, കാറ്റഗറി നമ്പർ 6/2024. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 48.33. ലിസ്റ്റിലാകെ 161 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 63 പേർ മെയിൻ ലിസ്റ്റിലും 83 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലുമാണ്. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്തതൊരു ഇറാറ്റ നോട്ടിഫിക്കേഷൻ അറിയിപ്പാണ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊല്ലം ജില്ലയിലേക്ക് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS ഫസ്റ്റ് NCA ധീവര വിഭാഗക്കാർക്കായി. അടുത്തതും ഒരു ഇറാറ്റ നോട്ടിഫിക്കേഷൻ അറിയിപ്പാണ്. കൊല്ലം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS ഫസ്റ്റ് NCA OBC വിഭാഗക്കാർക്കായി, കാറ്റഗറി നമ്പർ 674/2024. അടുത്തതും ഒരു ഇറാറ്റ നോട്ടിഫിക്കേഷൻ അറിയിപ്പാണ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊല്ലം ജില്ലയിലേക്കും ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS ഫസ്റ്റ് NCA SECC വിഭാഗക്കാർക്കായി, കാറ്റഗറി നമ്പർ 673/2024. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹോസ്പിറ്റാലിറ്റി അസിസ്റ്റൻറ്റ്, കാറ്റഗറി നമ്പർ 132/2023. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ജനറൽ സർജറി ഫസ്റ്റ് NCA വിശ്വകർമ്മ വിഭാഗക്കാർക്കായി, കാറ്റഗറി നമ്പർ 531/2024. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ജനറൽ സർജറി ഫസ്റ്റ് NCA വിശ്വകർമ്മ വിഭാഗക്കാർക്കായി, കാറ്റഗറി നമ്പർ 531/2024 എന്ന തസ്തികയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അഭിമുഖം 11/6/2025 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ മെസ്സേജ്, മൊബൈൽ SMS എന്നിവ അയച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂ മെമ്മോ പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അഭിമുഖത്തിന് 3 ദിവസം മുമ്പ് വരെ അറിയിപ്പ് ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ GR 10 സെക്ഷനുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125464438. PSC വെബ്സൈറ്റിലെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ, അനൗൺസ്മെൻറ്റ് ലിങ്കുകൾ പരിശോധിക്കേണ്ടതാണ്. അടുത്തതും ഒരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ജനറൽ മെഡിസിൻ ഫസ്റ്റ് NCA ധീവര വിഭാഗക്കാർക്കായി, കാറ്റഗറി നമ്പർ 627/2024. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ജനറൽ മെഡിസിൻ ഫസ്റ്റ് NCA ധീവര വിഭാഗക്കാർക്കായി, കാറ്റഗറി നമ്പർ 627/2024 എന്ന തസ്തികയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അഭിമുഖം 11/6/2025 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ മെസ്സേജ്, മൊബൈൽ SMS എന്നിവ അയച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂ മെമ്മോ പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അഭിമുഖത്തിന് 3 ദിവസം മുമ്പ് വരെ അറിയിപ്പ് ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ GR 10 സെക്ഷനുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125464438. PSC വെബ്സൈറ്റിലെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ, അനൗൺസ്മെൻറ്റ് ലിങ്കുകൾ പരിശോധിക്കേണ്ടതാണ്. അടുത്തതൊരു ഇറാറ്റ നോട്ടിഫിക്കേഷൻ അറിയിപ്പാണ്. കൊല്ലം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS ഫസ്റ്റ് NCA ST വിഭാഗക്കാർക്കായി, കാറ്റഗറി നമ്പർ 672/2024. അടുത്ത ഇറാറ്റ നോട്ടിഫിക്കേഷൻ അറിയിപ്പ്. കൊല്ലം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS സെക്കൻഡ് NCA OBC വിഭാഗക്കാർക്കായി, കാറ്റഗറി നമ്പർ 225/2024. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. കൊല്ലം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS ഫസ്റ്റ് NCA ധീവര വിഭാഗക്കാർക്കായി, കാറ്റഗറി നമ്പർ 675/2024.
അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. കേരള പോലീസ് മൗണ്ടഡ് പോലീസ് യൂണിറ്റിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ മൗണ്ടഡ് പോലീസ് കാറ്റഗറി നമ്പർ 248/2023. അടുത്ത റാങ്ക് ലിസ്റ്റ് പോലീസ് ബാൻഡ് യൂണിറ്റിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ ബാൻഡ് ബഗ്ലർ ഡ്രമ്മർ കാറ്റഗറി നമ്പർ 596/2022. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. കേരള ജനറൽ എഡ്യൂക്കേഷൻ ഡയറ്റിലേക്ക് ലെക്ചറർ ഇൻ ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ആക്ഷൻ റിസർച്ച് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 391/2022. ലെക്ചറർ ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ആക്ഷൻ റിസർച്ച് കാറ്റഗറി നമ്പർ 391/2022 ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ്. ഇത് തസ്തികയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഇൻ്റർവ്യൂ താഴെ പറയും പ്രകാരം തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് ഇത് സംബന്ധിച്ച പ്രൊഫൈൽ മെസ്സേജ്, മൊബൈൽ SMS എന്നിവ അയച്ചിട്ടുണ്ട്. കൂടുതൽ അന്വേഷണങ്ങൾക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ GR 5 സെക്ഷനുമായി ബന്ധപ്പെടേണ്ടതാണ്. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. കൊല്ലം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS ഫസ്റ്റ് NCA OBC വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 674/2024. അടുത്ത ഷോർട്ട് ലിസ്റ്റ് കൊല്ലം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS ഫസ്റ്റ് NCA SCCC വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 673/2024. ഇതൊരു നിൽ നോട്ടിഫിക്കേഷൻ അറിയിപ്പാണ്. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കാർഡിയോളജി ആൻഡ് ഫാർമാക്കോളജി സെക്കൻഡ് NCA മുസ്ലിം, ഫോർത്ത് NCA വിശ്വകർമ്മ കാറ്റഗറി നമ്പർ 400/2024 ആൻഡ് 535/2024. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കാർഡിയോളജി സെക്കൻഡ് NCA മുസ്ലിം വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 400/2024. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമാക്കോളജി ഫോർത്ത് NCA വിശ്വകർമ്മ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 535/2024 എന്നീ തസ്തികകളിലേക്കുള്ള അഭിമുഖം 11/6/2025 തീയതിയിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ മെസ്സേജ്, മൊബൈൽ SMS എന്നിവ അയച്ചിട്ടുണ്ട്. ഇൻ്റർവ്യൂ മെമ്മോ, OTV സർട്ടിഫിക്കറ്റ്, വ്യക്തിവിവരക്കുറിപ്പ് എന്നിവ പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അറിയിപ്പ് ലഭിക്കാത്ത പക്ഷം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ GR ഫസ്റ്റ് A വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125464448. PSC വെബ്സൈറ്റ്, ഇൻ്റർവ്യൂ ഷെഡ്യൂൾ, അനൗൺസ്മെൻറ്റ് ലിങ്കുകൾ എന്നിവ പരിശോധിക്കേണ്ടതാണ്. അടുത്തതൊരു ഇറാറ്റ നോട്ടിഫിക്കേഷൻ അറിയിപ്പാണ്. കണ്ണൂർ ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ലർക്ക് പാർട്ട് ഫസ്റ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 503/2023. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊല്ലം ജില്ലയിലേക്ക് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS ഫസ്റ്റ് NCA ST വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 672/2024. അടുത്തതൊരു വൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പാണ്. കേരള ജനറൽ എഡ്യൂക്കേഷൻ ഡയറ്റിലേക്ക് ലെക്ചറർ ഇൻ മലയാളം ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 350/2022. ലെക്ചറർ ഇൻ മലയാളം ഡയറ്റ് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് സ്റ്റേറ്റ് വൈഡ് കാറ്റഗറി നമ്പർ 350/2022 എന്ന തസ്തികയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വൺ ടൈം വെരിഫിക്കേഷൻ താഴെ പറയും പ്രകാരം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് ഇത് സംബന്ധിച്ച് പ്രൊഫൈൽ മെസ്സേജ്, മൊബൈൽ SMS എന്നിവ അയച്ചിട്ടുണ്ട്. കൂടുതൽ അന്വേഷണങ്ങൾക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ GR 5 സെക്ഷനുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125464439. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊല്ലം ജില്ലയിലേക്ക് ഫുൾ ടൈം ജൂനിയർ
ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS. സെക്കൻഡ് NCA OBC വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 225/2024. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തിരുവനന്തപുരം ജില്ലയിലേക്ക് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി കാറ്റഗറി നമ്പർ 76/2024. തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി കാറ്റഗറി നമ്പർ 76/2024 എന്ന തസ്തികയുടെ അഭിമുഖം 11/6/2025, 12/6/2025, 13/6/2025, 25/6, 26/6/2025 എന്നീ തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് SMS, പ്രൊഫൈൽ മെസ്സേജ് എന്നിവ നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് വ്യക്തിഗത അറിയിപ്പ് നൽകുന്നതല്ല. അടുത്തതൊരു ഇറാറ്റ നോട്ടിഫിക്കേഷൻ അറിയിപ്പാണ്. കൊല്ലം ജില്ലയിലേക്ക് വേജസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് കാറ്റഗറി നമ്പർ 535/2023. അടുത്തതും ഒരു ഇറാറ്റ നോട്ടിഫിക്കേഷൻ അറിയിപ്പാണ്. കണ്ണൂർ ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് കാറ്റഗറി നമ്പർ 535/2023. അടുത്തതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് അഡ്വൈസ് ചെയ്ത തസ്തികയും ഡിപ്പാർട്ട്മെൻറ്റും പരിചയപ്പെടാം. തിരുവനന്തപുരം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹെഡ് ഓഫീസിൽ നിന്നും വേരിയസ് കമ്പനി, കോർപ്പറേഷൻ, ബോർഡ്സ് എന്നിവിടങ്ങളിലേക്ക് അക്കൗണ്ട്സ് ക്ലർക്ക്, അക്കൗണ്ടൻറ്റ് ഗ്രേഡ് സെക്കൻഡ്, ജൂനിയർ അക്കൗണ്ടൻറ്റ്, സ്റ്റോർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ 611/2021. കാസർഗോഡ് ജില്ലയിലേക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സിവിൽ എക്സൈസ് ഓഫീസർ. ഹെഡ് ഓഫീസിൽ നിന്നും മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ അനാറ്റമി. ഹെഡ് ഓഫീസിൽ നിന്നും ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ IM കേരള ലിമിറ്റഡിലേക്ക് ആയുർവേദ തെറാപ്പിസ്റ്റ് ഫീമെയിൽ. കോഴിക്കോട് ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ SC ST ഉള്ളി. ഹെഡ് ഓഫീസിൽ നിന്നും കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് മത്സ്യഫെഡിലേക്ക് ടൈപ്പിസ്റ്റ് ഗ്രേഡ് സെക്കൻഡ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പാർട്ട് സെക്കൻഡ്, ഫിഷർമെൻ, ഡിപ്പെൻഡൻ്റ് ഓഫ് ഫിഷർമെൻ കാറ്റഗറി. ഹെഡ് ഓഫീസിൽ നിന്നും കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് മത്സ്യഫെഡിലേക്ക് ടൈപ്പിസ്റ്റ് ഗ്രേഡ് സെക്കൻഡ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പാർട്ട് ഫസ്റ്റ് ജനറൽ കാറ്റഗറി. ഹെഡ് ഓഫീസിൽ നിന്നും കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് പ്ലംബർ. ഹെഡ് ഓഫീസിൽ നിന്നും കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ജൂനിയർ മാനേജർ. കൊല്ലം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്. കൊല്ലം ജില്ലയിലേക്ക് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നേഴ്സ് ഗ്രേഡ് സെക്കൻഡ്. ഹെഡ് ഓഫീസിൽ നിന്നും മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ റേഡിയോ തെറാപ്പി. തിരുവനന്തപുരം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ SC ST. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.